വെഞ്ഞാറമൂട്ടിലെ ഈ സംഭവം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ ഈ കോവിഡിനോട് അത് ചേർത്ത് വായിക്കുകയാണ്. കോവിഡിന് ശേഷം ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുവരെ ജീവിച്ചു പോകുന്ന ഒരു ജീവിത നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു വസ്തുതയാണ്. അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുക പുരുഷന്മാരാണ്. ഈ ഇങ്ങനെ കുടുംബത്തെ കൊന്നുകളയുന്ന പുരുഷന്മാർ അതൊരു പ്രത്യേക കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അവരെന്തുകൊണ്ടായിരിക്കും ചെയ്യുകയെന്ന് വെച്ചാൽ പലരുടെയും കേസുകളിൽ ഈ കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കേണ്ടത് ഞാനാണ് എന്നൊരു ബോധം അവരുടെ ഉണ്ടാവും. അവരൊക്കെ എൻ്റെ കീഴിൽ ജീവിക്കേണ്ടവരാണ്. അവരെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയിൽ കൊന്നുകളയുക എന്ന് തീരുമാനിക്കുന്ന പുരുഷന്മാരുണ്ട്. അതിന് അങ്ങനെ ഒരു മാനസികാവസ്ഥ ഒരാൾ രൂപപ്പെടുത്തുന്നതിലും ഈ സൊസൈറ്റിക്കും വലിയ പങ്കുണ്ട്. നമ്മുടെ നിലനിൽക്കുന്നൊരു പാട്രിയാർക്കൽ കാഴ്ചപ്പാടിനും ഒരു പ്രശ്നമുണ്ട്. കൊന്നു കളഞ്ഞ് പരിഹരിക്കുക എന്നുള്ളത്. അതായത് അല്ലെങ്കിൽ ഞാനില്ലാതായാൽ ഇപ്പോൾ ഈ എന്തിന് ഈ അഫാൻ സ്വന്തം പെൺസുഹൃത്തിനെ കൊന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവരുടെ ഉള്ളുണ്ട്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് നമുക്കിപ്പോഴും അറിയില്ല. അവർ കല്യാണം കഴിക്കുമായിരുന്നു ഇല്ലൊന്നും നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ പോലും കുടുംബക്കാരെ മുഴുവൻ കൊന്നതിന് ശേഷം ഇവിടെ വിളിച്ചു വരുത്തി കൊലപ്പെടുന്നത് എന്തിനായിരിക്കും? ഞാൻ ഇവരെ കൊല്ലുകയാണ്, ഇവരെ കൊന്നു കഴിഞ്ഞല്ലോ. കാരണം അമ്മയെ ആക്രമിച്ച് മുത്തശ്ശിയെ ആക്രമിച്ച് ബന്ധുക്കളെയൊക്കെ കൊന്ന് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് വിളിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇനി നീ ആയിട്ട് ജീവിക്കേണ്ട, നീ ഒന്ന് തീർന്നു നിൽക്കുക എന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ, അറിയില്ല, ഒരു പക്ഷേ അതായിരിക്കാം അയാളുടെ ഒരു കാഴ്ചപ്പാടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കുന്നു വെച്ചാൽ നമ്മൾ ആദ്യം നിയന്ത്രിക്കേണ്ടത് ഡ്രഗ്സ് തന്നെയാണ്. ഈ വിഷയം ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയില്ലെങ്കിൽ തന്നെയും ഡ്രഗ്സ് ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലുള്ള മാഫിയയും ലഹരി മാഫിയയും രാഷ്ട്രീയ പിന്തുണയില്ലാതെ നിലനിൽക്കില്ല. നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിന് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നാണ്. അപ്പോൾ രാഷ്ട്രീയമായ ആ വിഷയത്തെ ഡ്രഗ് മിനീസിനെ കാണരുതെന്ന് മന്ത്രി പറയുമ്പോൾ ഇതിനെ തടയാൻ രാഷ്ട്രീയ അധികാരികൾ എന്ത് ചെയ്യുന്നു, രാഷ്ട്രീയ നേതൃത്വം എന്ത് ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. ഇതാരാണ് തടയേണ്ടത്, അതെങ്ങനെ തടയാൻ കഴിയും എന്നൊരു ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ആ മാഫിയയ്ക്കുള്ള രാഷ്ട്രീയ പിന്തുണ ഇല്ലാതിരിക്കുക, അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അവരുടെ കൈ പിടിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഈ പുതിയ തലമുറയിൽ ക്രിമിനൽ പ്രവണത കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ സമൂഹം എന്ന നിലയിൽ സ്വയം ചിന്തിക്കേണ്ടത് ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് വളർത്തുന്നത്, എങ്ങനെയാണ് നമ്മുടെ കുട്ടികളിൽ എമ്പതി ഇല്ലാതാവുന്നത്, നമ്മൾ അവരോട് എമ്പതറ്റിക് ആവുന്നുണ്ടോ, എത്രമാത്രം സമൂഹം ഈ കുട്ടികളോട് എമ്പതറ്റിക് ആവുന്നുണ്ടോ. ഒരു കുട്ടി ക്രിമിനലായിട്ട് ജനിക്കുകയല്ലല്ലോ, അവൻ വളർന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ജെൻസി കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പ്രതിക്ക് 23 വയസ്സേ ഉള്ളൂ. 23 വയസ്സ് എന്ന് പറഞ്ഞാൽ 2002 ജനിച്ചൊരു യുവാവാണ് അയാൾ. അപ്പോൾ 2002 ശേഷം ഈ ലോകത്തിന് പ്രത്യേകമായിട്ട് മാറ്റം വന്നിട്ടുണ്ടോ, അതോ നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് നമ്മൾ കുട്ടികൾ അത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടോ, കുട്ടികളുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എത്രയാണെന്ന് പേരൻസ് ചിന്തിക്കണം. അല്ലെങ്കിൽ സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്നത് എപ്പോഴാണെന്നറിയാതെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാവും ഈ പറയുന്ന ഇനിയുള്ള 90s കിഡ്സ്.